എന്താണെന്നറിയില്ല, നല്ലൊരു മൂഡായതുകൊണ്ട് മാത്രം ഞാൻ ക്രോഷ്യ ചെയ്തപ്പോഴത്തേക്കും അതിന്റെ ട്യൂട്ടോറിയലും കൂടെ എടുത്തു വെച്ചു. ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ ഞാൻ വേണമെങ്കിൽ ഒരു ട്യൂട്ടോറിയലൊക്കെ ചെയ്യാം, എന്നെ നിർബന്ധിക്കരുത്. ഓണമൊക്കെ അല്ലേ പിള്ളേരെ പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് ഇന്നൊരു ഓണപ്പൂ ഉണ്ടാക്കും. ഐ മീൻ മുന്നേ ഞാനൊരു മുല്ലപ്പൂ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയത്. റെഫറൻസ് ഒന്നും നോക്കി നന്നായിട്ടൊക്കെ ഒരുങ്ങിയിട്ട് ഇത് വെച്ച് കാണിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്റെ മടി എന്നെ അനുവദിക്കുന്നു. എന്റെ മിക്ക വീഡിയോസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലാണ് എല്ലാം ചെയ്തിരുന്നത്. ബിക്കോസ് അത്രയ്ക്ക് മടിയാണ് ഗൈസ്. എന്നെ നിങ്ങൾ റിയൽ ആയിട്ട് കണ്ടാൽ മതി. ഈ ഒരു യാണ് വെച്ചിട്ട് ഡ്രസ്സ് തയ്ക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കളർ യാണ് എടുത്തത്. ഞാൻ ഡ്രസ്സ് തയ്ക്കാൻ തുടങ്ങിയാൽ ഇന്നൊന്നും തീരില്ല എന്നറിയാത്തത് അറിയാന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് മുല്ലപ്പൂ ഉണ്ടാക്കുന്നത്. എന്താണെന്നറിയില്ല, നാക്കൊടക്കിയിട്ട് ഞാൻ മലന്നടിച്ച് വീണു. ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ യാണ് പിന്നെ ഈ 2 വൈറ്റ് യാണാണ് ഞാൻ ആദ്യം എടുത്തത്. പക്ഷെ പിന്നെ ഒരു മാറ്റമുണ്ടായി, അത് ഞാൻ കാണിച്ചു. പിന്നെ എന്റെ കയ്യിലുള്ള 4mm ഒരു ഹുക്കും ഞാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇടണം. ഒരു 52 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുത്തിയിരുന്ന് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 52 അല്ല 152 എടുത്താലും ഒരു പ്രശ്നം. എത്ര ചെയിൻ എടുത്തോ എന്നുള്ളത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൽ എഴുതി വെച്ചു. കാരണം നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു നമ്മൾ ചെയ്തെടുത്ത ഈ ഒരു ചെയിൻ സ്റ്റിച്ചിന്റെ മണ്ടേ കൂടെ വീണ്ടും ചെയിൻ സ്റ്റിച്ച് ഇടണം. ഏതാണ്ട് ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ ഐസ് കട്ട വായിലിട്ട അവസ്ഥയാണ്. നമ്മളെ ഈ ഹുക്സ് ഇരിക്കുന്ന ലാസ്റ്റ് ചെയിൻ്റെ തൊട്ടടുത്തൊരു ചെയിൻ കാണും. ആ ചെയിനല്ല, അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു ചെയിൻ കാണും. ആ ചെയിനിലാണ് നമ്മൾ അടുത്ത ക്രോഷ്യ ചെയ്യാറുള്ളത്. എല്ലാവരും പറഞ്ഞു തരണം മാതിരി ഡീറ്റെയിൽ ആയിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യണം, ഡബിൾ ക്രോഷ്യ ചെയ്യണം, അങ്ങനെ ചെയ്യണം, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം എന്നൊന്നും പറയാൻ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഞാൻ പറയണം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇത് കണ്ടാലും മതി. എന്തായാലും ക്രോഷ്യൊക്കെ ചെയ്യണവർക്ക് ഇത് അറിയായിരിക്കും ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതായിട്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ പോയി ഉടനെ സെർച്ച് ചെയ്ത് നോക്കിയോ ഇതെങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന്. ട്യൂട്ടോറിയൽ ഇടണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കുമെങ്കിലും മടിയുണ്ടല്ലോ, മടി എന്നെ അനുവദിക്കില്ല, അതാ പ്രശ്നം. എന്തായാലും ഡ്രസ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ ട്യൂട്ടോറിയൽ ഇടാമേ. കാരണം ഞാനൊരു റെഫറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാച്ചൊരു ഐറ്റമാണ്, ഒരു പെങ്കൊച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന കണ്ടിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്തെടുക്കാന്നുള്ളൊരു മോഹം എന്റെ മനസ്സിൽ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. കറക്റ്റ് വൈറ്റ് കളറിലൊരു യാൺ എൻ്റെ ഉണ്ട്, ഞാൻ മുമ്പ് യൂസ് ചെയ്തതിന്റെ ബാക്കി. സോ അതെടുത്താൽ പോരേ. ആദ്യം എടുത്ത യാൺ ഓഫ് വൈറ്റ് കളർ യാണാണ്. സോ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ്. അടുത്തെടുത്തിട്ടുള്ള ഈ ഒരു ഹുക്കിന്റെ സൈസ് എനിക്കറിയത്തില്ല. ഇതിൽ തിരിച്ചു വെക്കുമ്പോൾ 6 കമുത്തി വെക്കുമ്പോഴത്തേക്കും 9 ആയിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് 15 രൂപ എടുത്ത് വാങ്ങിച്ച ഒരു ഹുക്കാണ് ഈ സാധനം. ഞാൻ ചെയ്ത് നിർത്തിയാൽ കെട്ടിട്ടില്ല, അവിടെയാണ് അടുത്തത് ചെയ്യുന്നത്. ആദ്യത്തെ ചെയിനകത്ത് കൂടെ ഹുക്ക് കയറ്റിയിട്ട് നമ്മൾ നോർമലി ചെയിൻ കണക്ക് ആ ഒരു വള്ളി ആ ഒരു യാണ് പിടിച്ച് കെട്ടി വെക്കാം. പിന്നെ അതിലൊരു 3-4 ചെയിൻ സ്റ്റിച്ച് ഇടുക. നിങ്ങളെ ഇഷ്ടത്തിന് ആ ഒരു മുല്ലപ്പൂവിന്റെ ഒരു വലിപ്പം നോക്കിയിട്ട് നിങ്ങൾ ഞാനൊരു 3 സ്റ്റിച്ച് ഇട്ട ശേഷം അതിനകത്ത് കൂടെ വീണ്ടും കറക്കുക, നൂലിങ്ങി പുറത്തെടുത്ത് വീണ്ടും കറക്കി, അങ്ങനെ ചെയ്ത് ആണ് ഈ ഒരു സാധനം കിട്ടുന്നത്. എനിക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കണത് പണ്ട് ഇഷ്ടമില്ലാത്ത സാധനമാണ്. ഐ മീൻ ഈ ടീച്ചിങ് എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല. സോ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ടെൻഷൻ. നോർമൽ ഒരു പൂവിന്റെ എതൾ എങ്ങനെയാണ് ക്രോഷ്യ വെച്ച് ചെയ്യുന്നത് അതാണ് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ എതളുകൾ കഴിയുമ്പോഴും ആ ഒരു എതളിന്റെ മുകളിൽ വെച്ച് 3 ചെയിൻ സ്റ്റിച്ച് ഇടും. എന്നിട്ട് തൊട്ടടുത്തുള്ള ചെയിനിൽ പിന്നെ 3 ചെയിൻ സ്റ്റിച്ച് ഇടുക. പിന്നെ വീണ്ടും മുല്ലപ്പൂവിന്റെ എതളുകൾ ഉണ്ടാക്കുന്ന രീതിക്ക് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേക്ക് സംഭവം സെറ്റ്. വോയിസ് കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല, കാരണം എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവില്ല. പിന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഷോർട്സിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ടേബിളിൽ വെച്ചേക്കണ യാൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. അത് ഞാൻ വേറെ ഒന്നിനും വാങ്ങിച്ചു വെച്ചേക്കണല്ലോ, ഒരു ഉടുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചേക്കണതാണ്. ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സ് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അത് അവിടെ ഇരുന്ന് പൂത്തിരിക്കും. ഫൈനലി നമ്മുടെ എല്ലാ മുല്ലപ്പൂവും ഇവിടെ റെഡി ആയിട്ട് ലാസ്റ്റ് എല്ലാത്തിലും കെട്ടിടുന്ന മാതിരി ഇതിൽ ഒന്നങ്ങ് കെട്ടിട്ട് കൊടുക്കും. ഇത് എത്രത്തോളം അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ. ഞാൻ ജസ്റ്റ് ഒന്ന് തലയിൽ ചുറ്റാൻ മാത്രമുള്ള രീതിക്കാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ലോങ് വേണോ എത്ര ഷോർട്ട് വേണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചെയ്തെടുക്കുക. ലോങ് ആയിട്ടുള്ളത് ഞാൻ ചെയ്താൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടത്തില്ല, അതുകൊണ്ടാണ് അത് ചെയ്യാൻ. ഇഷ്ടപ്പെട്ടാൽ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചെയ്തോ, എനിക്ക് അത്രേ പറയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.